ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് കട്ട്ലേറ്റ് ആണ്. വളരെ ഈസിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പിടണം. ഒരു ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിയിലയും കറിവേപ്പിലയുമാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചെടുത്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 4 മുട്ട വേവിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇവിടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. തണുത്ത ശേഷം ഷേപ്പ് ചെയ്തെടുക്കാം. തണുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ മുഴുവനും ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ച് മൈദമാവ് വെള്ളം ഒഴിച്ച് ഈ കട്ടിക്കൊന്ന് കലക്കിയെടുക്കണം. ഇത് ബ്രെഡ് പൊടിയാണ്. ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. പുറത്തുനിന്ന് ഇളകി വരുന്ന പൊടികളൊന്ന് തട്ടിക്കളയണം, അല്ലെങ്കിൽ എണ്ണയിൽ കിടന്ന് കരിയും. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കണം. രണ്ട് സൈഡ് ഇതുപോലെ ബ്രൗൺ കളർ ആവുമ്പം എടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മുറിച്ച് കാണിക്കാം. എഗ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.